പാർട്ടി വിട്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ജി സുധാകരനെതിരെ ജന്മനാട്ടിൽ സിപിഐഎമ്മിന്റെ പ്രതിഷേധ പ്രകടനം. താമരക്കുളത്താണ് രൂക്ഷ മുദ്രാവാക്യങ്ങളുമായി സിപിഐഎം ശക്തി പ്രകടനം നടത്തിയത്. ജി സുധാകരന്റെ ജന്മനാടായ താമരക്കുളത്താണ് നൂറുകണക്കിന് സിപിഐഎം പ്രവർത്തകർ രാത്രി തെരുവിലിറങ്ങിയത്. ഇന്നലെ വരെ സഖാവ് ജി സുധാകരൻ, ഇന്ന് വലതന്മാരുടെ എച്ചില് നക്കി സുധാകരൻ. മുദ്രാവാക്യങ്ങൾ അതിരൂക്ഷം. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ രാഘവന്റെ നേതൃത്വത്തിൽ നടന്ന പ്രകടനം ജി ഭുവനേശ്വരന്റെ രക്തസാക്ഷി കുടീരത്തിൽ സമാപിച്ചു. വർഗവഞ്ചകന് മാപ്പില്ല, വോട്ടില്ല എന്നെഴുതി പോസ്റ്ററുകളും ജില്ലയിലാകെ സിപിഐഎം ഒട്ടിച്ചു. അതിരുവിട്ട പ്രതിഷേധം വേണ്ട എന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശമെങ്കിലും സുധാകരനെതിരെ കടുത്താമർശമാണ് സിപിഐഎം അണികൾക്കിടയിൽ. തൊഴിലാളി വർഗം സാമ്രാജ്യത്വവുമായി ഏറ്റുമുട്ടിയ മണ്ണാണ്. ആ മണ്ണിൽ പാർട്ടിയെ ചതിക്കുന്നത് വർഗവഞ്ചന തന്നെയാണ്. രക്തസാക്ഷികൾ പടഞ്ഞു വീണ മണ്ണാണ് നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം. അത്രയും പ്രസക്തിയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞു, പുള്ളിയുടെ പത്രസമ്മേളനം മുഴുവൻ കുറുക്കനെ പോലായിരുന്നു. ഞങ്ങൾ വിളിക്കുന്ന പേര് പൊളിറ്റിക്കൽ ക്രിമിനൽ എന്നല്ലേ നമ്മൾ വിളിക്കുന്നത്. നമ്മൾ വിളിക്കുന്നത് പൊളിറ്റിക്കൽ ഫോക്സ് ആണ്, രാഷ്ട്രീയ ആയിട്ടുള്ള കുറുക്കൻ. അതാ പുള്ളി, അതാണ് ഇന്നത്തെ സമ്മേളനം മുഴുവൻ. പാർട്ടി വിട്ട് ഒരാളും ജി സുധാകരനൊപ്പം പോകില്ല എന്ന ആത്മവിശ്വാസം നേതാക്കൾ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും ഒരു വിഭാഗം സുധാകരൻ അനുകൂലികൾ സിപിഐഎമ്മിലുണ്ട്. ഇവരുടെ കൊഴിഞ്ഞുപോക്ക് തടയാനുള്ള ശ്രമങ്ങളും പാർട്ടി ആരംഭിച്ചു. യഥാർത്ഥത്തിൽ പാർട്ടിയെയും LDFനെയും ദുർബലപ്പെടുത്തുന്ന നിലപാടാണ്. അത് സഹായിക്കുന്നത് UDFനെയും BJPയുമാണ്. ദീർഘകാലം നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗവും MLAയും മന്ത്രിയും അതുപോലെ വിവിധ വിഭജന പ്രസ്ഥാനങ്ങളുടെ ചുമതല വഹിക്കുകയും ചെയ്ത സഖാവ്. അങ്ങനെയുള്ളൊരു സഖാവിലൊന്നും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഉണ്ടായിട്ടുള്ളത്. നാളെ മുതൽ രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങളിലേക്ക് കടക്കാനാണ് പാർട്ടി തീരുമാനം. 24 ആലപ്പുഴ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.